കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ LDF ഭരണം നിലനിർത്തിയ കോർപ്പറേഷൻ കൂടിയാണ്. നിലവിലിപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ടി നന്ദഗോപാൽ ഉണ്ട്. നന്ദഗോപാൽ, ഒറ്റ പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജയശ്രീയുടെ പേരിന് തന്നെയാണ് പ്രാമുഖ്യം. മറ്റ് പരിഗണനയിലുള്ള പേരുകൾ ഏതൊക്കെയാണ്? തീരുമാനം എപ്പോഴത്തേക്കുണ്ടാകും? അതായത് കോഴിക്കോട് CPM-നെ സംബന്ധിച്ച CP മുസാഫിർ തന്നെ ജയം കണ്ടെത്തും, അദ്ദേഹത്തെ മേയറാക്കാം എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ CP മുസാഫിറിന്റെ തോൽവി LDF-ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അതോടെയാണ് മറ്റു പേരുകൾ ഈ സ്ഥാനത്തേക്ക് ഇവർ പരിഗണിച്ചു തുടങ്ങിയത്. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് നിലവിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ജയശ്രീക്കാണ്. ജയശ്രീയുടെ പേര് കഴിഞ്ഞ തവണ 2020-ൽ മേയർ സ്ഥാനത്തേക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ബീന ഫിലിപ്പിനെ ഈ സ്ഥാനത്തേക്ക് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ ഇപ്പോൾ മുസാഫിർ തോറ്റതോടെ ജയശ്രീക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത്. പക്ഷേ അതേസമയം വിവിധ വാർഡുകളിലായി ജയിച്ച മുൻ ഡെപ്യൂട്ടി കളക്ടറായ ഈ അനിത കുമാരി, O സദാശിവൻ, ഒപ്പം തന്നെ K രാജീവ്, സുജാത കൂടത്തിങ്കൽ എന്നിവരുടെ പേരുകളും ഇപ്പോൾ പരിഗണനയിലുണ്ട്. പക്ഷേ ജയശ്രീ തന്നെ മേയറായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത ദിവസം CPM-ന്റെ ഒരു യോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. ഇതിലായിരിക്കും അന്തിമമായ ഒരു തീരുമാനം സ്വീകരിക്കുകയും ചെയ്യുക. ഏതായാലും ഇത്തവണ ഡെപ്യൂട്ടി മേയറും ഒരു വനിതയായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവിടെ വനിതാ സംവരണമായതുകൊണ്ട് തന്നെ അവിടേക്ക് ജയശ്രീ മേയറായാൽ ഡെപ്യൂട്ടി മേയറായി അനിത കുമാരിയെ തീരുമാനിക്കാനുള്ള ഒരു സാധ്യത കൂടെ കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ അന്തിമമായി വരുന്ന 18-ാം തീയതി തീരുമാനിക്കുകയും ചെയ്യും. അതേസമയം LDF-നെ സംബന്ധിച്ച് കേവല ഭൂരിപക്ഷം കുറവായതിനാൽ കോൺഗ്രസും മേയർ സ്ഥാനത്തേക്ക് ഒരു കൈ നോക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചും അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന PM നിയാസിന് തോൽവി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരാളെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പറയുന്ന കാര്യം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടി BJP-യുമായി കൈകോർക്കില്ല എന്നുള്ളതാണ്. ഏതായാലും 26-നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. ഏതായാലും കോൺഗ്രസും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ മേയർ സ്ഥാനത്തേക്ക് ഇത്തവണ കോൺഗ്രസും BJP-യും ഒക്കെ മത്സരിക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം മുസഫർ അഹമ്മദ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു മുഖത്തെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള തിരക്കിട്ട ചർച്ചകളൊക്കെ നടന്നു. നേരത്തെ ഒരു മേയർ മുഖം മുസഫർ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർഭാഗ്യവും നഷ്ടമാണ്. അതെ, തീർച്ചയായിട്ടും വളരെ കൂളായി മേയർ ആകാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. രണ്ട് തവണ അദ്ദേഹം ഡെപ്യൂട്ടി മേയർ ആയെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ തവണ മേയർ ആവാനുള്ള യോഗം ഇല്ലെന്ന് തോന്നുന്നു.